വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എല്ലാ സൺഡേ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കല. അപ്പോൾ ഇന്ന് സൺഡേ ഞങ്ങൾ ചിക്കൻ കറിയും ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അതാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു 3 സവാള, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് വയണ്ട് കിട്ടും, വേഗം മൂത്ത് കിട്ടും സവാള. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാം. നമ്മളങ്ങനെ മൂടി വെച്ച് പോകരുത്, മൂടി വെച്ച് പോയാൽ കരിഞ്ഞു പോവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു തക്കാളീൻ്റെ പകുതിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് കറികളെ രാജാവായ മുളകും പൊടി ഒരു 2 ടീസ്പൂൺ അത്രേ ഇടുന്നുള്ളൂ. കാരണം ഞാൻ ചിക്കൻ കറിയിൽ അധികം മുളകും പൊടി ഇടില്ല, കാരണം കുരുമുളക് പൊടി ഇടുന്നതിനെ കൊണ്ട്. അപ്പോൾ ആ മുളകും പൊടിയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കണ്ട, ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട, കാരണം ചിക്കനിൽ തന്നെ കുറേ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ വെന്ത് നല്ല ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. പിന്നെ ആ ഗ്രേവി വേണ്ട ആൾക്കാർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പം നന്നായിട്ട് ഗ്രേവി കുറഞ്ഞു പോയപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ കറിക്ക് മല്ലിയില നിർബന്ധം കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് മല്ലിയില കൂടുതൽ ഇട്ട് ഞാൻ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ സിമ്പിൾ ചിക്കൻ കറി ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതും കൂടി ചൂടുള്ള ചോറ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്